ദുബായിൽ വന്നിട്ട് ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് കുക്കർ ബിരിയാണിയാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ കിച്ചൺ. കുക്കർ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാൻ 3 കപ്പ് റൈസ് എടുത്ത് വെള്ളത്തിലിട്ട് അതിന് കുതിരാൻ വയ്ക്കണം കുറച്ച് നേരത്തേക്ക്. അതിന് ശേഷം നമുക്ക് സമയം കൊണ്ട് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ നമുക്ക് അരിഞ്ഞെടുക്കാം. തക്കാളി, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ നമുക്ക് അരിഞ്ഞെടുക്കാം. ഇവിടുത്തെ പൈപ്പിൽ ഒരു സൈഡ് തണുത്തോളം ഒരു സൈഡ് ചൂടുവെള്ളം വരും. നമുക്ക് വേണ്ട ഏത് വെള്ളമാണ് വേണ്ട അതനുസരിച്ച് നമുക്ക് അരിയൊക്കെ നല്ലപോലെ കഴുകിയെടുക്കാം. ആദ്യം നമുക്കൊരു കുക്കർ എടുക്കാം. അത് നമ്മൾ ഗ്യാസ് കത്തിക്കുന്നതിന് മുമ്പുള്ള പരിപാടിയാണ് ചെയ്യാൻ പോണത്. എല്ലാം കൂടി കുഴച്ചിട്ട് വേണം നമ്മൾ വേവിക്കാൻ വയ്ക്കാൻ. ആദ്യം നമുക്ക് സവാള ഇടാം. സവാളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞതാണ്. ഞാൻ എല്ലാം കൂടി ഇട്ട് ചോപ്പ് ചെയ്തതാണ്. അതങ്ങോട്ട് ഇടുക. പച്ചമുളക് മാത്രം ഞാൻ കട്ട് ചെയ്തതുള്ളൂ, ബാക്കിയെല്ലാം ചോപ്പ് ചെയ്തത്. തക്കാളി ചെറുതായി അരിഞ്ഞത് ഇടുക. അതിനുശേഷം മല്ലിയില ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇടുക. ഞാനെല്ലാം കട്ട് ചെയ്ത് വെച്ച ശേഷം ഹസ്ബൻഡ് പറഞ്ഞ് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഹസ്ബൻഡ് എന്നെ ഹെൽപ്പ് ചെയ്യുകയാണ്. പിന്നെ അതിനുശേഷം നമുക്ക് ചിക്കൻ ഇടാം. ചിക്കൻ ചെറുതായി കട്ട് ചെയ്ത് നല്ലപോലെ വാഷ് ചെയ്തിട്ട് ഇടുക. ഇവിടെ ബോൺലെസ് ചിക്കൻ കിട്ടും. അപ്പോൾ നമുക്കത് കഴുകി കട്ട് ചെയ്ത് ജസ്റ്റ് ഇട്ടാൽ മതി. എല്ലില്ലാത്ത ചിക്കൻ കിട്ടുന്നതുകൊണ്ട് നമുക്ക് എളുപ്പമാണ് ഉണ്ടാക്കാൻ. എല്ലുള്ള ചിക്കനിലും ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. തൈരും കൂടെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ആവശ്യത്തിന് നമുക്ക് പൊടികളിടാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഗരം മസാലപ്പൊടി ഒക്കെ നമുക്കിടാം. ഗരം മസാലപ്പൊടി ഇട്ടതിന് ശേഷം നല്ലപോലെ തിരുമ്മണം. നമ്മൾ നല്ലപോലെ കുഴച്ചെടുക്കണം. നല്ലപോലെ കുഴച്ചതിന് ശേഷം ഉപ്പിടുക. ആവശ്യത്തിന് ഉപ്പിട്ട് ഒന്നും കൂടി നന്നായി കുഴയ്ക്കുക. നമുക്കിനി ഇത് അടച്ച് വേവിക്കാം. ഒരു വിസിൽ വന്നാൽ മതി. ചിക്കൻ വെന്തതിന് ശേഷം നമുക്കതിൽ റൈസ് ഇട്ട് വേവിക്കാം. അതിനും ഒരു വിസിൽ മതി. ടോട്ടൽ 2 വിസിൽ മതി. ഇപ്പോൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരി ഇടാം. 3 കപ്പ് അരിയാണ് ഞാൻ എടുത്തേക്കണത്. അത് വെള്ളത്തിൽ കുതിർത്ത അരിയാണ്. അപ്പോൾ ഇനി ഒരു വിസിലിലൂടെ പെട്ടെന്ന് വെന്ത് കിട്ടും നമുക്ക്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. 3 കപ്പ് വെള്ളം നമ്മൾ ഈ അരി വേകാനായിട്ട് നമ്മൾ ഒഴിക്കണം. ഈ 3 കപ്പ് അരിയാണ് ഞാൻ ഇട്ടത്. അപ്പോൾ 3 കപ്പ് വെള്ളം തന്നെ ഒഴിച്ചാൽ മതി. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് ഒരു വിസിൽ വന്നാൽ മതി. അപ്പോൾ നമ്മുടെ കുക്കർ ബിരിയാണി റെഡിയാവും. പിന്നെ കുറച്ച് നെയ്യും കൂടെ ഒഴിക്കണം. നമുക്ക് ഇനി ഇത് വേവിക്കാൻ വയ്ക്കാം. ഒരു വിസിൽ വന്നാൽ മതി. നമ്മുടെ കുക്കർ ബിരിയാണി റെഡിയായി. നമ്മുടെ കുക്കർ ബിരിയാണി ഇവിടെ റെഡിയായിട്ടുണ്ട്. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. കൂടെ ഒരു സാലഡും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി ബിരിയാണി നമുക്ക് കഴിക്കാം. അടിപൊളി ടേസ്റ്റായിരുന്നു. സിമ്പിളാണ്. അധികം ഓയിൽ ഉപയോഗിക്കാതെ നമുക്ക് അടിപൊളിയായിട്ട് ഒരു കുക്കർ ബിരിയാണി നമുക്ക് റെഡിയാക്കാം.